പയർ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കും ദാ ഈ രീതിയിലൊന്നും ഉണ്ടാക്കി കൊടുത്തു നോക്കിക്കോളും. ഒരു പരീക്ഷണം എന്ന രീതിയിൽ കൊടുത്തു നോക്കും. അവരെന്തായാലും കഴിച്ചിരിക്കും. അത്രയ്ക്ക് ടേസ്റ്റുള്ളതാണ് ഈ കറി. അപ്പോൾ പോകാം നമുക്ക് വീഡിയോയിലേക്ക്. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നമ്മുടെ വൻപയറിൻ്റെ ഒരു വെള്ളപ്പയർ. വൻപയർ തന്നെ, പക്ഷേ ഇത് വെള്ള കളറാണ്. ഇതിൻ്റെ പേര് ബ്ലാക്ക് ഐ ബീൻ എന്നാണ്. ഇതാ ബ്ലാക്ക് ഐ ബീൻ. എത്ര പേര് ഉണ്ടാക്കിയിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ടെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു കറിയാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. നമുക്ക് നോക്കാം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന്. ഞാൻ കുക്കർ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുക്കർ ചൂടായിട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി. ഇനി നമുക്ക് പയറിട്ട് കൊടുക്കാം. നമുക്കിനി ഈ പയർ നന്നായിട്ട് വറുത്തെടുക്കാം. വറക്കാമെന്ന് വെച്ചാൽ നല്ലതായിട്ട് വറക്കണ്ട, അത്യാവശ്യം ഇതായിട്ട് പയർ നന്നായിട്ട് ചൂടാവണം. ഇതിലാണ് ഈ കറിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പയറിലെ വെള്ളമെല്ലാം പോയിട്ട് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഡീപ്പ് ഫ്രൈ അല്ല, അത്യാവശ്യം. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. ചിലർ ഈ കറിക്കകത്ത് ഗരം മസാല ഇടാറുണ്ട്. ഗരം മസാലയും പൊടിയോ അല്ലെങ്കിൽ ഗ്രാമ്പൂ പട്ടയൊക്കെ ഇടാറുണ്ട്. പക്ഷെ എനിക്കല്ലാതെ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. ആ ടേസ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു മീറ്റിൻ്റെ ഒരു ടേസ്റ്റ് ആവും. ഇതാകുമ്പോൾ നമ്മുടെ നാടൻ പുളിങ്കറി എന്ന് പറയുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ ഇത്രയും പൊടികളെ ഇടുന്നുള്ളൂ. നന്നായിട്ട് അതും ഫ്രൈ ചെയ്തെടുക്കാം, ചൂടാക്കാം. നമ്മുടെ പൊടികളും ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചേർത്ത് കൊടുക്കുന്നതെന്ന് നോക്കാം. ഞാൻ ചേർത്ത് കൊടുക്കുന്ന സബോളയും വെളുത്തുള്ളിയാണ്. നിങ്ങൾക്ക് ചെറിയുള്ളി ഉണ്ട്, ചെറുള്ളി ഇടാം. ഞാനിതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോയുടെ പേസ്റ്റാണ്. നിങ്ങൾക്ക് തക്കാളി ഫ്രഷായിട്ട് ഇടാം. പുളിങ്കറി ആയതുകൊണ്ട് ടൊമാറ്റോ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കറി വേകാൻ ആവശ്യം എത്രയാണോ വെള്ളം വേണ്ടേ അത്രയും വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. കുക്കർ അടച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കുക്കറിന് എത്ര വിസിലാണോ നിങ്ങളുടെ ഇതിനനുസരിച്ച് കുക്കറനുസരിച്ചാണ് വരുന്നത്. ഇനി നമുക്ക് കറിക്ക് താളിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. കുറച്ച് വെളുത്തുള്ളി, കുറച്ച് സവോള, ഉള്ളി ഉണ്ട്, ഉള്ളി ഇടുന്നതാണ് നല്ലത്. ഇത് രണ്ടും ഞാൻ ചെറുതായിട്ടാണ് അരിഞ്ഞേക്കുന്നത്. കുറച്ച് കറിവേപ്പില, വറ്റൽമുളക്, പുളി ഞാൻ വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ നമുക്ക് താളിക്കാൻ വേണ്ടി വേണം. ഒരു ചീനച്ചട്ടി ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കടുക് പൊട്ടിക്കാം. കടുകെല്ലാം പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം ഓപ്ഷനിലാണ്, പക്ഷേ ജീരകം ഇടുന്നത് നല്ലതാണ്. കാരണം ഈ പയറൊക്കെ കഴിക്കുമ്പോൾ എന്തെങ്കിലും ഗ്യാസ്ട്രിക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിട്ട് കുറയും. പിന്നെ നല്ല ഫ്ലേവറാണ് ഈ വെളുത്തുള്ളിയും ജീരകവും ഇടുന്നത്. നല്ല മണവും നല്ല ഫ്ലേവറുമാണ്. ഇനി നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ജീരകം പൊട്ടിക്കഴിഞ്ഞു ഉള്ളിയും കൂടെ ഇടാം. നല്ലതായിട്ട് നല്ല ബ്രൗൺ കളറാവണം. ആ ജീരകം പൊട്ടിയിട്ട് നല്ല വാസന വരുന്നുണ്ട്. വെളുത്തുള്ളിയും കൂടെ ആകുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. നന്നായിട്ട് ബ്രൗൺ ആയെങ്കിൽ മാത്രമേ നമ്മുടെ ആ കറിയുടെ ആ ടേസ്റ്റ് എടുത്ത് നിൽക്കുകയുള്ളൂ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കാം. നമ്മുടെ സബോളയും വെളുത്തുള്ളി ഏകദേശം ബ്രൗണായി വരുന്നുണ്ട്. ഇനി നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ആദ്യം ഇട്ടാൽ കരിഞ്ഞു പോകും, അതുകൊണ്ടാണ് ഞാൻ അവസാനം ചേർത്തേക്കുന്നത്. ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് കറി നോക്കാം എത്രമാത്രം വെന്തു എന്തായെന്ന്. നമ്മുടെ കറി വറ്റി നല്ല കറക്റ്റ് വേവായിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് താളിച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പം തന്നെ ആ ജീരകത്തിൻ്റെയും ഇത് നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ചേർക്കേണ്ടത് പുളിയാണ്. കുറച്ച് തക്കാളി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് എത്രമാത്രം വേണ്ട പുളിയാണോ അത്രയും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ പുളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വീട്ടിലെ പുളി ആയതുകൊണ്ട് നല്ല കറുത്ത കളറാണ് ആ പുളിക്ക്.
നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണ് വെള്ളം ആവശ്യമുള്ളത് അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ രുചികരമായ വൻപയർ പുളിങ്കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ മല്ലിയില ചേർക്കുന്നില്ല, കാരണം ഇതൊരു നാടൻ വിഭവമായതുകൊണ്ട് മല്ലിയില വേണ്ട, മല്ലിയില ഞാൻ ചേർക്കുന്നില്ല. റെഡി ആയിട്ടുണ്ട് നമ്മുടെ പയറുകറി. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.